ഹരിയാനയിലെ അശോക യൂണിവേഴ്സിറ്റിയിലൊരു അധ്യാപകൻ നമ്മുടെ സൈന്യത്തിൻ്റെ അഭിമാനമായ സോഫിയ ഖുറേഷിയെയും വ്യോമിക സിംഗിനെയും ഓപ്പറേഷൻ സിന്ദൂർ നയിച്ചവരെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടത്തി. അതിനെതിരെ കേസെടുത്തു, കസ്റ്റഡിയിൽ പോയി. ഇപ്പോൾ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ സംഭവം? ആരാണ് ഈ അധ്യാപകൻ? ഈ അധ്യാപകൻ അശോക യൂണിവേഴ്സിറ്റിയിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഈ പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയുമാണ്. ഈ അഖിലേഷ് യാദവിന്റെ വലങ്കയാണ്. ഈ സമാജ്വാദി പാർട്ടിയാണ്. ഇയാള് ഈ അസോസിയേറ്റ് പ്രൊഫസർക്ക് ആകുന്നതിന് മുമ്പ് അതിന്റെ സമാജ്വാദി പാർട്ടിയുടെ വക്താവായിട്ട് ദേശീയ തലത്തിൽ പത്രസമ്മേളനങ്ങളും ഒക്കെ നടത്തിയിരുന്ന ആളുമാണ്. ചെറിയ ആളല്ല. അല്ല, ജോർജ് സോറോസിന്റെ പല പ്രോജക്റ്റുകളും അശോക യൂണിവേഴ്സിറ്റി വഴി നടപ്പാക്കുമ്പോൾ അതിലുമൊക്കെ ഭാഗഭാക്കാകുന്ന ആളുമാണ് ഇദ്ദേഹം. അപ്പോൾ ധാരാളം പശ്ചാത്തലമുണ്ട്. ഇങ്ങേര് സോഫിയ ഖുറേഷിയെയും മറ്റേ വ്യോമിക സിംഗിനെ പറ്റി ഒക്കെ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ പട്ടാളത്തിലെ സ്ത്രീകൾക്കെതിരെ സംസാരിച്ചു. പിന്നെ ഇതൊക്കെ കാപട്യമാണ് എന്ന് പറഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് നീതി കിട്ടാത്തടത്താണ് ഇത്തരം കാപട്യങ്ങൾ അരങ്ങേറുന്നത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ഇവിടെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അങ്ങേര് പറഞ്ഞത്. അപ്പോൾ ഹരിയാന വനിതാ കമ്മീഷൻ അപ്പം തന്നെ കേസെടുത്തിരുന്നു. ഇയാൾ ഈ കൂട്ടത്തിൽ ജനസൈഡ്, ഡീഹ്യൂമനൈസേഷൻ തുടങ്ങിയ വാക്കുകളൊക്കെ ഉപയോഗിച്ചിരുന്നു ഈ പ്രസ്താവനയ്ക്കൊക്കെ. ആ നോട്ടീസ് അയച്ചു കഴിഞ്ഞപ്പോൾ ആ നോട്ടീസും സെൻസർഷിപ്പാന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ മറുപടി കൊടുത്തത്. അപ്പോൾ ഒന്നിനെയും അങ്ങനെ അംഗീകരിക്കില്ല. SP ആണല്ലോ, അപ്പം BJP ചെയ്യുന്ന ഒന്നിനെയും സാധാരണഗതിയിൽ അംഗീകരിക്കില്ല. പക്ഷെ ഇയാൾ ഒട്ടും ചെറിയ പുള്ളിയല്ല. ഇയാള് ഈ അലിഖാൻ മഹ്മൂദാബാദ് എന്നുണ്ടല്ലോ, ഈ മഹ്മൂദാബാദ് എന്ന് പറയുന്നത് അവിടുത്തെ രാജവംശത്തിന്റെ പേരാണ്. ഉത്തർപ്രദേശിലെ മഹ്മൂദാബാദ് സ്ഥലമാണ്. അതെ, അത് ഇവരുടെ രാജ്യമായിരുന്നു. തിരുവിതാംകൂർ എന്ന് പറയുന്ന പോലെ ചെറിയൊരു രാജ്യമായിരുന്നു മഹ്മൂദാബാദ് ഉത്തർപ്രദേശില്. മുഗൾ ഭരണകാലത്ത് ആ രാജ്യം ഭരിച്ചിരുന്ന ആളുകളാണ്. നമ്മുടെ അവസാനം 1947 വരെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇയാളുടെ ജിന്നയുടെ മുസ്ലിം ലീഗില്ലേ, അതിന്റെ ട്രഷറായിരുന്നു ഇയാളുടെ മുത്താപ്പ. അങ്ങേര് പിന്നെ 1947 പാകിസ്ഥാനിലേക്ക് പോകുന്നുണ്ട്, ഭാര്യയും കുട്ടികളെയൊക്കെ നിർത്തിയിട്ട്. ഇഷ്ടംപോലെ സ്വത്തുണ്ട്. ആ സ്വത്തുക്കളൊക്കെ ഇവര് നോക്കി നടത്തണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങേര് പാകിസ്ഥാനിൽ പോയത്. മുസ്ലിം ലീഗിന്റെ ട്രഷററും ഒക്കെ ആയിരുന്നു. പക്ഷെ അത് എനിമി പ്രോപ്പർട്ടി ആയിട്ട് പിന്നീട് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. സർക്കാർ കൊണ്ടുപോയി. അപ്പോ ഇപ്പൊ ഇയാൾക്ക് വേണ്ടിയിട്ട് ഗാർഗെ, മഹുവ മൊയ്ത്ര, സുഭാഷിണി അലി തുടങ്ങി ധാരാളം 2-3 BJP-ക്കാരും ഒക്കെ ഇയാൾക്ക് വേണ്ടി രംഗത്തുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉത്തർപ്രദേശിലെ മഹ്മൂദാബാദ് രാജകുടുംബം ബാപ്പ മുഹമ്മദ് അമീർ മുഹമ്മദ് ഖാൻ, അങ്ങേരെ അറിയപ്പെട്ടിരുന്നത് സുലൈമാൻ എന്നാണ്. ഈ സുലൈമാൻ, അതായത് ഈ അലിഖാന്റെ ബാപ്പ സുലൈമാൻ മഹ്മൂദാബാദിലെ അവസാന രാജാവ് മുഹമ്മദ് അമീർ അഹമ്മദ് ഖാന്റെ മകനാണ്. ഈ ഇപ്പോൾ ജയിലിൽ പോയ ആളുടെ ബാപ്പ അവസാന രാജാവിൻ്റെ മകനാണ്. ഈ മഹ്മൂദാബാദിലെ മുസ്ലിം ലീഗിനെ ഒരുപാട് ആ കാലത്ത് 1947 വരെ ഫണ്ട് ചെയ്തിരുന്ന രാജകുടുംബമാണ് ഈ മഹ്മൂദാബാദ് രാജകുടുംബം. 1985, 1991 ഇയാളുടെ ബാപ്പ സുലൈമാൻ കോൺഗ്രസിന്റെ MLA ആയിരുന്നു, മഹ്മൂദാബാദ് മണ്ഡലത്തിൽ നിന്ന് തന്നെ. 1991 ഇവരുടെ ഈ പോക്കറ്റ് ബറോ എന്ന് പറയുമല്ലോ, കീശ കിടക്കുന്ന മണ്ഡലം, സ്വന്തം മണ്ഡലമാണല്ലോ, നാട്ട് രാജാവാണ്, എപ്പോഴും നിന്നാൽ ജയിക്കും. പക്ഷെ 1991 BJP-യുടെ നരേന്ദ്രവർമ്മ ഇയാളെ തോൽപ്പിച്ചു, സുലൈമാനെ അവിടെ. അതോടുകൂടി അവരുടെ അടി തെറ്റി. അപ്പോൾ ഈ അവധിലും ഇവർക്ക് ധാരാളം സ്വത്തുക്കളുണ്ട്. ഈ സ്വത്തുക്കൾ എനിമി പ്രോപ്പർട്ടിയൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ചത് തിരിച്ചു കിട്ടാൻ വേണ്ടി കോൺഗ്രസ് സഹായിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ സുലൈമാൻ കോൺഗ്രസുമായിട്ട് അകന്നുപോയി. അതാണിപ്പോൾ ഈ കുടുംബം സമാജ്വാദി പാർട്ടിയുടെ കൂടെയും ഈ ഖാൻ ഇതിൻ്റെ വക്താവായിട്ടും ഈ മറ്റേ അസിസ്റ്റന്റ് പ്രൊഫസർ ആകുന്നത് വരെ ദേശീയ തലത്തിൽ വക്താവായി
പ്രവർത്തിച്ച വേണ്ടി പത്രസമ്മേളനം നടത്തിയിരുന്നു. ഇപ്പോഴും അഖിലേഷ് യാദവിന്റെ കിച്ചൺ ക്യാബിനറ്റിലെ അംഗമാണ് ഇയാള്. അടുക്കളക്കാരൻ ആണ്, വലം കൈയായിട്ടൊക്കെ നടക്കുന്ന ആളാണ്. SP-യുടെ അവരുടെ പദ്ധതികളും അവരുടെ കാഴ്ചപ്പാടും ഒക്കെയാണ് ഈ അശോക യൂണിവേഴ്സിറ്റി വഴി വന്നുകൊണ്ടിരിക്കുന്ന കുറെ നാളായിട്ട്. യൂണിവേഴ്സിറ്റി ഇയാളെ സസ്പെൻഡ് ചെയ്തു. അത് ചെയ്യണമല്ലോ ഇങ്ങനെ കേസിൽ പെടുമ്പോൾ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചെടുത്തോളുമായിരിക്കും. കാരണം ഇവരും ഫിനാൻസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. ഇത് ഈ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ നടത്തിപ്പ് പോലെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ ഉമ്മ റാണി വിജയ ഉദയ്പൂരിലെ അറിയപ്പെടുന്ന കുടുംബമാണ്. റാണി വിജയ ഒരു ഹിന്ദു കണക്ഷനും ഇയാളുടെ കുടുംബത്തിന് ഉണ്ട്. ഈ ബാപ്പ വഴിയുള്ള ഒരു മുത്താപ്പ ജഗത് സിംഗ് മേത്ത നയതന്ത്രജ്ഞനായിരുന്നു. ഇന്ദിരയുടെ കാലത്ത് 1976-79 തുടർന്നും വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു ഈ ജഗത് സിംഗ് മേത്ത. അപ്പൊ ജഗത് സിംഗ് മേത്തയുടെ കുടുംബമായിട്ട് ഇയാൾക്ക് ബന്ധം കിടക്കുന്നുണ്ട്. വഴിയുള്ള അമ്മാവൻ വിക്രം സിംഗ് മേത്ത ഡൽഹി സെന്റർ ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോഗ്രസ് എന്ന് പറഞ്ഞൊരു തിങ്ക് ടാങ്ക് ഉണ്ട്. അതിന്റെ ചെയർമാനാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയും ബന്ധങ്ങളുണ്ട്. ഇയാൾ പഠിച്ചത് കേംബ്രിഡ്ജിലും ദമാസ്കസിലുമാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും പഠിച്ചതാണ്. ഇയാളുടെ ഭാര്യ ഒനൈസ ദ്രാബു, അവർ കശ്മീരിൽ നിന്നുള്ള ആളാണ്. അവരുടെ ബാപ്പ PDPയുടെ മന്ത്രിയായിരുന്നു അവിടെ. ഈ ഭാര്യയുടെ ബാപ്പ ഹബീബ് ദബ്രു കശ്മീരിൽ PDPയുടെ മന്ത്രിയായിരുന്നു. PDP സർക്കാരിൽ. കശ്മീരിൽ നിന്നുള്ള ആന്ത്രോപോളജിസ്റ്റാണ് ഈ സ്ത്രീ, നരവംശ ശാസ്ത്രജ്ഞ, ഇയാളുടെ ഭാര്യ. അപ്പോൾ അലി 2017 രാഷ്ട്രീയ രംഗത്തായിരുന്നു. ഇപ്പൊ ജയിലിലെ അശോക യൂണിവേഴ്സിറ്റി പ്രൊഫസർ. നമ്മുടെ പത്രങ്ങളിലൊന്നും ഇയാളുടെ ഈ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടില്ല. യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകൻ എന്ന് മാത്രമേ ഉള്ളൂ. അക്കാഡമിക്കിനെ പിടിച്ച് ഹാനി ബാബുവിന്റെ ഒക്കെ കേസ് പറഞ്ഞു വരുത്താനുള്ള ശ്രമം. ഈ അലി 2017 രാഷ്ട്രീയം കളിക്കുന്നുണ്ടായിരുന്നു. സമാജ്വാദി പാർട്ടി അംഗമായിരുന്നു, ദേശീയ വക്താവായിരുന്നു, അഖിലേഷിന്റെ സുഹൃത്താണ്. 2022 വരെ, 2017 മുതൽ 2022 വരെ സമാജ്വാദി പാർട്ടിയുടെ വക്താവായിരുന്നു. എല്ലാ വർഷവും ഈദിന് അഖിലേഷ് യാദവ് ഇയാളുടെ കൊട്ടാരത്തിൽ പോകും. ഈ മഹമ്മൂദാബാദിലെ കൊട്ടാരത്തിൽ പോകും. അവിടെ പോകും. സ്വത്തുക്കൾ ലക്നൗ, സീതാപൂര്, നൈനിറ്റാൾ, ഉത്തരാഖണ്ഡിലും ഉണ്ട് സ്വത്ത്. നൈനിറ്റാൾ, ലക്നൗ, പിന്നെ ലക്നൌവിലെ ബട്ടർ പാലസ്, ഇതൊക്കെ സ്വത്തുക്കളാണ്. ഹസ്രത്ത് ഗഞ്ച് മാർക്കറ്റ്, ഹൽവാസിയ മാർക്കറ്റ്, മഹമ്മൂദാബാദ് കില, ഇതിൻ്റെയൊക്കെ ഭാഗങ്ങളൊക്കെ ഇവരുടെ സ്വത്തുക്കളിൽ പെടും. ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുക്കളുണ്ട്. ഈ മുത്താപ്പ മുസ്ലിം ലീഗിൻ്റെ ട്രഷററായിരുന്നു ജിന്നയുടെ കാലത്ത്. ജിന്നയുടെ വലങ്കയായിരുന്നു. പാകിസ്ഥാൻ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി. പിന്നെ ഈ ഭാര്യയുടെ ബാപ്പ ഞാൻ പറഞ്ഞല്ലോ PDP മന്ത്രിയായിരുന്നു അവിടെ. പിന്നെ ഈ അശോക യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇത്തരം ആളുകൾ, സോറോസിൻ്റെ സംഘടനകളുടെ ഒരു കേന്ദ്രമാണ്. അവർ ഫണ്ട് ചെയ്യുന്ന വെച്ചിട്ട് പ്രോജക്റ്റുകൾ ഉണ്ടാക്കും. ഇപ്പോൾ അവിടെ ക്രിസ്റ്റോഫ് ജാഫ്രിലോട്ട് എന്ന് പറഞ്ഞ ഒരാളെ പറ്റി നമ്മൾ മുമ്പ് ഫ്രഞ്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ത്യയെ കുറിച്ച് പഠിക്കുന്ന അയാളാണ് ജാതി സെൻസസിന്റെ ആശയം കുത്തിവെച്ചത്. രാഹുൽ ഗാന്ധി കുത്തിവെച്ചത്. അയാളുടെ കൂടെ ഈ പ്രബന്ധങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഗിൽ വെർണിയേഴ്സ്, ഈ ജാഫ്രിലോട്ടും ഗിൽ വെർണിയേഴ്സും അശോക യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് ഫാക്കൽറ്റിയാണ് അവര്. ഈ അലിയുടെ വകുപ്പും പൊളിറ്റിക്സ് മിഷിഗൺ യൂണിവേഴ്സിറ്റിയും തമ്മിൽ 15 കോടി രൂപയുടെ ഒരു കരാറുണ്ട്. TCPD എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ്, സെന്റർ ഫോർ പൊളിറ്റിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ ഡാറ്റയൊക്കെ അങ്ങോട്ടുമൊക്കെ കൈമാറുന്ന പരിപാടിയാണ്. അതിൽ അംഗമാണ് പഴയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന SY ഖുറേഷി. ഈ സ്ഥാപനത്തിൽ അംഗമാണ്. വെർണിയേഴ്സ് ഈ മറ്റേ ക്രിസ്റ്റോഫ് ജാഫ്രിലോട്ടിൻ്റെ സഹപ്രബന്ധകാരൻ വെർണിയേഴ്സ്
ഒരു പ്രബന്ധം സമാജ്വാദി, അയാളുടെ ഡോക്ടറൽ തീസിസ് ഈ സമാജ്വാദി പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടതാണ്. കമ്മ്യൂണലൈസിങ് സിറ്റിസൺഷിപ്പ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് അശോക യൂണിവേഴ്സിറ്റി നടപ്പാക്കിയിരുന്നു. കമ്മ്യൂണലൈസിങ് സിറ്റിസൺഷിപ്പ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ പൗരത്വം വർഗീയവൽക്കരിക്കുന്ന പ്രോജക്റ്റ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി നടപ്പാക്കി. ആ പ്രോജക്റ്റിന് $120,000 ഹെൻറി ലൂസ് ഫൗണ്ടേഷൻ കൊടുത്തിരുന്നു. ഹെൻറി ലൂസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സോറോസിൻ്റെയാണ്. സോറോസുമായി ബന്ധപ്പെട്ട മറ്റേ സംഘടനയാണ് ആ ലൂസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അശോക യൂണിവേഴ്സിറ്റി പൊതുവെ ഇന്ത്യ വിരുദ്ധം, ഹിന്ദു വിരുദ്ധം, പിന്നെ സാമൂഹിക വിരുദ്ധം, ഇങ്ങനത്തെ ധാരാളം പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. അങ്ങനത്തെ അലഗേഷൻസ് ഉണ്ട്, പലരും അങ്ങനെ ഉന്നയിക്കാറുണ്ട്. 2024 മെയ്യില് പലസ്തീൻ അനുകൂല പ്ലക്കാർഡ്സും വെച്ചിട്ട് ആണ് വിദ്യാർത്ഥികൾ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്തത്. അവിടെ കോൺവൊക്കേഷനിൽ പങ്കെടുത്തിരുന്നത്. അതിൻ്റെ ചിത്രങ്ങളൊക്കെ അന്ന് വന്നിരുന്നു. ഫ്രീ പലസ്തീൻ, സ്റ്റോപ്പ് ജനസൈഡ് എന്ന് പറഞ്ഞ പ്ലക്കാർഡുകളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റുഡൻസ് യൂണിയന് ടെൽ അവീവ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ഉള്ള ബന്ധം വിച്ഛേദിക്കണം എന്ന് സ്റ്റുഡൻസ് യൂണിയൻ പറഞ്ഞിരുന്നു ഈ യൂണിവേഴ്സിറ്റി. 2024 മാർച്ചിൽ ബ്രാഹ്മിൻ ബനിയാവാദ് മൂർദാബാദ് എന്ന് പറഞ്ഞ മുദ്രാവാക്യം ക്യാമ്പസിൽ മുഴങ്ങിയിരുന്നു. ബനിയാവാദ് എന്ന് പറയുന്നത് ഈ ഗുജറാത്തി ബനിയാസിനെ ഒക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും ബ്രാഹ്മിൻ ബനിയാവാദ്. അപ്പം മോദി ബ്രാഹ്മണ സഖ്യം തുലയട്ടെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പിന്നെ ജയ് ഭീം, ജയ് മീൻ, ജയ് ശാന്തി, ജയ് ഫാത്തിമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. അശോകയിൽ ജാതി സെൻസസ്, സംവരണം ഇതൊക്കെ അശോക യൂണിവേഴ്സിറ്റിയിൽ നടപ്പാക്കണമെന്നും മറ്റേ യൂണിവേഴ്സിറ്റി യൂണിയൻ ആവശ്യപ്പെട്ടു. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. പിന്നെ 2024 ഫെബ്രുവരിയിൽ യൂണിയൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഗാസയെ സംബന്ധിച്ച്. ഗാസ മോചിപ്പിക്കണം, ഇസ്രായേൽ വിടണം എന്നൊക്കെ പറഞ്ഞിട്ട്. 2023 ഓഗസ്റ്റിൽ പ്രൊഫസർ അവിടെ പല പ്രൊഫസർമാരും ഇതുപോലത്തത് ഉണ്ട്. പ്രൊഫസർ സബ്യസാജി ദാസ് ഒരു പ്രബന്ധം തയ്യാറാക്കി അവതരിപ്പിച്ചിരുന്നു. BJP തെരഞ്ഞെടുപ്പ് അട്ടിമറി എങ്ങനെ നടത്തി എന്നുള്ളതായിരുന്നു വിഷയം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എങ്ങനെ BJP അട്ടിമറിച്ചു. ആ പ്രബന്ധത്തിൽ നിന്നുള്ള കുറെ ഭാഗങ്ങൾ തരൂർ ഉദ്ധരിച്ചിരുന്നു. BJP തെരഞ്ഞെടുപ്പ് മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്, വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കാതെ. അതെ, അത് ഇടക്കിടക്ക് പറയേണ്ടി വരും. കാരണം കാശ്മീരിലൊരു തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് 1984 അട്ടിമറിച്ചു എന്ന് തരൂരും നേരത്തെ ഒരു ഇന്റർവ്യൂ. അങ്ങനെ ഒരു ലേഖനം എഴുതിയോന്ന് തരൂരിന് ചോദിച്ചാൽ എനിക്ക് അമ്ലേഷ്യത്തിന്റെ പ്രശ്നം ഓർമ്മയില്ല. ചിലപ്പോ നോക്കണം എന്ന് പറയും, അല്ലേ, നോക്കണം എന്ന് പറയും. അപ്പോൾ അത് കഴിഞ്ഞു ഈ ദാസിന് രാജിവെക്കേണ്ടി വന്നു. കള്ളമാണല്ലോ പ്രബന്ധത്തിൽ എഴുതി വെച്ചത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു, EVM എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി. 2021 നവംബറിൽ പ്രൊഫസർ നീലാഞ്ജൻ സർക്കാർ, അവിടുത്തെ വേറൊരു പ്രൊഫസർ, അയാൾ ഭയങ്കര ഒരു കള്ളം പ്രചരിപ്പിച്ചത് സുനിൽ ഓർക്കുന്നുണ്ടാവും. രാഷ്ട്രപതി ഭവനിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട്. പലരുടെയും ചിത്രം വെക്കുമല്ലോ. ആ ചിത്രം ശരിക്കും സുഭാഷ് ചന്ദ്രബോസിന്റെ ചിത്രമല്ല, ബംഗാളി സിനിമാ നടൻ പ്രസഞ്ജിത്ത് ചാറ്റർജിയുടെ ചിത്രമാണ് എന്ന് ഇയാൾ പ്രചരിപ്പിച്ചിരുന്നു. ഈ മാർക്സിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും ഭയങ്കരമായിട്ട് ഇത് പ്രചരിപ്പിച്ചിരുന്നു. മോദിക്ക് തെറ്റുപറ്റി, രാഷ്ട്രപതി ഭവനിലെ പ്രസഞ്ജിത്ത് ചാറ്റർജിയുടെ ചിത്രം ബോസിന്റെ അല്ല എന്ന് പറഞ്ഞിട്ട്. അയാൾ പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിന്റെ ചിത്രമൊക്കെ എങ്ങനെ മാറിപ്പോകും. ഇയാൾക്ക് രണ്ടെണ്ണം അടിച്ചപ്പോ തോന്നിയായിരിക്കും സുഭാഷ് ചന്ദ്രബോസ് സിനിമ ചായ ഉണ്ടല്ലോ എന്ന് തോന്നി കാണും. ഈ സാമൂല് പറയുന്ന പോലെ ഓരോ കാര്യങ്ങൾ പറയാം.
ഏതായാലും ഈ നമ്മുടെ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ കലിംഗ സർവകലാശാലയിലെ അശോക സർവകലാശാലയിലെ ഒരു അധ്യാപകനെ ഇങ്ങനെ രാജ്യദ്രോഹ കേസിൽ കുടുക്കി ജയിലിൽ അതൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി നമുക്കൊന്ന് പറയാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.